There's this quote that I think about often, that life is not measured by time, it is measured by moments. Some are big, most are small. I like to think about life this way and savor even the smallest moments, because that's all there is. ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാലമായിട്ടേ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടത് പോർട്ട്ലാൻഡിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അടുത്തതായിട്ട് ബോസ്റ്റണിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ 2 കാര്യങ്ങൾക്കാണ് വന്നിട്ടുള്ളത്. ഒന്ന് നല്ല ഞം ഫുഡ് അടിക്കാനും, 2 ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടി ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ ഞങ്ങളെല്ലാവരും പെട്ടിയും പാക്ക് ചെയ്ത് ഇപ്പോൾ ബോസ്റ്റണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് US വന്നിട്ട് കഴിച്ചിട്ടുള്ള ഒരുപാട്, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ട് എന്ന്. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടെ ഇന്ന് നമുക്ക് കഴിക്കാം. ആൻഡ് നിങ്ങളാരും ഇതൊന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇങ്ങനെയെങ്കിലും എനിക്ക് മുന്നേ ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഞാൻ ഇതെപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെഡിങ് ഷോപ്പിംഗിലേക്ക് പോയത്. അതെ, ഇന്ന് ബോസ്റ്റണിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ആൻഡ് വി ആർ അറ്റ് മേസീസ്. ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ മേസീസിലാണ്. അജി ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഡ്രസ് റിവീൽ എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അജിയുടെ ഡ്രസ്സാണെങ്കിലും എൻ്റെ ഡ്രസ്സാണെങ്കിലും. അങ്ങനെ ഷോപ്പിംഗ് ഒരുപാട് സമയം എടുത്തു കേട്ടോ. എന്നെക്കാൾ കൂടുതൽ സമയം എടുത്തത് അജിയാണ്. ഞാനൊരു 1 hour എടുത്തെങ്കിൽ അജി ഒരു 3 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞങ്ങൾ നേരെ പോയത് ഇവിടെ ഉള്ള ഒരു ചീസ് കേക്ക് ഫാക്ടറിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് എല്ലാവരും നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ നേരെ പോയി കിടന്നു സമാധിയായി. പിന്നെ ഒന്നിനും പറ്റിയില്ല. അടുത്ത ദിവസം ഞങ്ങൾ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊറിയൻ ബാർബിക്യൂ ാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യുന്നത്. കൊറിയൻ സീരീസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്നാണ്. ആദ്യം തന്നെ അവരൊരു ഗ്ലാസ്സിൽ വെള്ളമാണ് നമുക്ക് കൊണ്ടുതരാം കേട്ടോ. So Korean we are in Korean barbecue. Like how does this work? Explain. எல்லாரும் 4 கேமரா இல்ல நான் அது லேட்டரா சொல்றேன். லேட்டராவா? யா. Things வந்துட்டா சரி, ஓகே. So basically நான் சொல்றேன், எனக்கு தெரிஞ்ச விஷயம் நல்லா எக்ஸ்பிளைன் பண்ணுவேன். இது எனக்கு கொஞ்சம் என்ன தெரியும், என்ன பார்க்க நீங்க சிரிச்சுக்கோங்க. So ആ സൈഡിൽ വന്നിട്ട് കുറേ സോസസ് ഉണ്ട്. We have like a variety. Dan, what else sauces do you have? Chili sauce, oyster sauce, spring onions and a lot of them. And then what will we do then? Like with the sauces? We'll take a cup, mix all the sauces, dip it in that, eat. Okay. So we are going to make our own sauces for the meats, and then after we cook it we are going to dip it and eat. So then എല്ലാം വരുമ്പോൾ നമുക്ക് കാണാം. So yeah, stay tuned. ഞാൻ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് അതിന് മിക്സ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്കിപ്പോൾ എരിവ് കുറച്ചും കൂടെ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. എനിക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല. സോ കണ്ടല്ല ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെയാ നിൻ്റെ ഇതാണ് അജിമോൻ ഉണ്ടാക്കി വെച്ച സോസ്. കുറച്ച് പീനട്സ് കൂടെ ഇട്ടാൽ കൊള്ളാം. ഇതെന്നത്? I think it's dried ice. Oh, But I could be wrong. இது வந்து house special broth. Not spicy. okay. இது beef. இது பீஃபா? ஓ, இது நம்ம குக் பண்ணோம் இப்போ. இது நம்ம அதுக்குள்ள போட்டு அது boil ஆகும்போது அது cook ஆகும். ஓ, அந்த இதுக்குள்ள அந்த தண்ணிக்குள்ள. ஸோ
സോ ബേസിക്കലി അവർ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് തരുന്നത്. അതായത് ഏത് ടൈപ്പ് ഓഫ് മാരിനേഷൻ വേണം, എങ്ങനത്തെ മീറ്റാണ് വേണ്ടത്, ചിക്കൻ വേണോ, ഡക്ക് വേണോ, ഓർ എല്ലാ ടൈപ്പ് ഓഫ് മീറ്റും അവർ നമുക്ക് തരും. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇൻ കേസ് ഇഫ് യു നീഡ് ഹെൽപ്പ് അവരോട് പറയാം, അവരും ഇതുപോലെ വന്നിട്ട് നമുക്ക് ചെയ്തു തരും. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് അവർ നമുക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് തരും ആ ഒരു സോസൊക്കെ. സോ നമുക്കത് ഉണ്ടാക്കി ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. കൂടുതൽ പ്രാവശ്യം അവിടെ പോയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഐഡിയ ഉണ്ടാവും. ഫസ്റ്റ് ആയിട്ട് പോയി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എന്തെടുക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്തു. കാരണം അജിയൊക്കെ മുന്നേ ട്രൈ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ക്യാബ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കുണ്ട്, അപ്പോൾ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ക്യാബ് സോ ആ പാർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് തരാം. നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ ലിവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് നല്ല നല്ല സ്പോട്ടുകൾ അവർ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു പോയി കാണാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് ഈ ഒരു പാർക്ക്. ഇവിടെ നല്ല എന്താ പറയുക, കുറച്ച് കാമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അത് മാത്രമല്ല വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ബോട്ട് റൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ചുമ്മാ പോയി ഇരിക്കാനും ഒന്ന് റിലാക്സ് ആവാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്പോട്ടും കൂടെ കാണാൻ പോവാണ്. ഏക്കൺ സ്ട്രീറ്റ് ആണ് കാണാൻ പോകുന്നത്. ഇതാണ് இந்த மாதிரி இருந்துச்சு எல்லாம். இந்த மாதிரி தான் ஃபுல் இதுவும் இருந்துச்சு. சரி, ஏகான் ஸ்ட்ரீட் வந்து 1876ல பில்ட் பண்ணாங்க. அப்புறம் 19th செஞ்சுரி ஃபுல்லா அந்த மாதிரி ஸ்ட்ரீட் தான் இருந்துச்சு. அதுக்கப்புறம் கார்ஸ் வெஹிக்கிள்ஸ் எல்லாம் வந்தோடனே ரோடு போடணும் அப்படின்னு சொல்லிட்டு அந்த ஒரே ஒரு ஸ்ட்ரீட் மட்டும் இன்னும் அப்படியே வச்சிருக்காங்க. ஓ ஓகே. ஸோ அதனால தான் அங்கே ஃபுல் ஃபேமஸ். இந்த இடம் ஃபுல்லா பீக்கன் ஹில்னு சொல்லுவாங்க. ஓகே. ஃபுல் பாஷ் ஏரியா பாஸ்டன்ல. ஸோ மிக்கோட ஏரியா இது. நம்ம வந்து மிக்கோட ஏரியாக்கு போகிறோம். പോഷ് ഏരിയ. സോ ഈ ഏരിയ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലമാണ്. സോ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ സ്പോട്ട്. ആൻഡ് ഈ സ്ട്രീറ്റ്, ഇവിടെയുള്ള എല്ലാ സ്ട്രീറ്റും ഇത്രയും നല്ല ഭംഗിയാണ് കാണാൻ. സോ ഞങ്ങൾ എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാം. മഴവില്ല് ആ ഫൗണ്ടൈൻ്റെ അടുത്ത്. നമ്മളിപ്പോൾ തിരാമിസു കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തിരാമിസു നമ്മളെ ഫ്രണ്ട് പറഞ്ഞത് ഇത് ഇവിടുത്തെ ബെസ്റ്റ് തിരാമിസു കേക്കാണ്. സോ പോയി കഴിച്ചു നോക്കാം. ബോസ്റ്റണിലെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. സബ്വേ ലൈൻസ് ആണ് പറയുന്നത്. അതിൽ ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച് ആൻഡ് റെഡ് ഒക്കെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗ്രീൻ കളറിലാണ്. ഇപ്പം ഇവിടുത്തെ മെട്രോ എന്നല്ല ഇവിടെ ലൈൻസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മിക്കുവിൻ്റെ അടുത്ത് ചോദിക്കണം. സോ സന അവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പോൾ അവൾ പോകാൻ പോയാണ്. ஃப்ரைடே சாட்டர்டே சண்டே வந்து இந்த மாதிரி மார்க்கெட் ஓப்பன் பண்ணிடுவாங்க. 10 kgs of onions like $5 எல்லாமே ரொம்ப சீப்புங்க. எப்போ ஓப்பன் பண்ணுவாங்க? അങ്ങനെ കുറച്ച് സ്ട്രീറ്റ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിരാമിസു കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മിക്കുവിൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണ്. അപ്പോൾ അവനാണ് സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ അതെന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആയില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുമല്ലോ, അങ്ങനത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. ரொம்ப நாளாச்சு சைக்கிள் ഇപ്പൊ സൈക്കിളിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് നിൽക്കുകയാണ്. മിക്കു ഈസ് ലീഡിങ് ദ വേ. സോ ഹോപ്പ്ഫുള്ളി മിക്കു ലീഡ്സ് us to the right direction. ബിഗ് സിറ്റീസിലൊക്കെ ഇതൊരു ബ്യൂട്ടിയാണ് കേട്ടോ. ഒരു ബൈക്ക് എടുത്ത് അതിലിങ്ങനെ റൈഡ് ചെയ്ത് സിറ്റിയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് അതൊരു സുഖം തന്നെയാണ്.
എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കൂടി എല്ലാവരും സംസാരിച്ച് അങ്ങനെ ഒരു നൈറ്റ് ഫുള്ള് സ്പെൻഡ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഹോട്ട് പോട്ടിലേക്കാണ് കേട്ടോ. ഹോട്ട് പോട്ട് ബഫറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൈന ടൗണിലെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഇത് ഞാനും അജിയും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു രീതിയും അവരത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നാൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച വൺ ഓഫ് ദ ഫുഡാണിത്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും, കാരണം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും വെറൈറ്റി ഓഫ് ഫുഡും ഇത്രയും അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ബഫേസ് ഒന്നുമില്ല. ബേസിക്കലി വി ഹാവ് ടു ചൂസ് ദ ചോയ്സ് ഓഫ് ബ്രോത്ത്. സോ ബ്രോത്ത് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് സ്പൈസി ആൻഡ് ഹൗസ് സ്പെഷ്യൽ. ആ ബ്രോത്തിൽ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത മീറ്റൊക്കെ അവർ ഫ്രഷ് മീറ്റായിട്ട് കൊണ്ട് വയ്ക്കും. അതെടുത്ത് നമ്മൾ ഹോട്ട് പോട്ടിൽ ഇട്ട് വേവിച്ച് അങ്ങനെ കഴിക്കണം. സോ നമ്മൾ ബേസിക്കലി ഈ മീറ്റും ഡംപ്ലിങ്സ് വെജിറ്റബിൾസ് ഇതെല്ലാമേ വന്നിട്ട് ബ്രിങ് ഇട്ട് ഇൻ ഇത് റോ ആയിട്ട് ഈ ഹോട്ട് പോട്ട് ഇട്ട് അതിനെ വേവിച്ച് കാണും ഫ്ലേവറിൽ ബ്രോത്തിൽ. ഇത് ബ്രോത്താണ്, ഇത് കുഡ് ബി ചിക്കൻ ഓർ ബ്രോത്തിൽ വേവിച്ച് അങ്ങനെ കഴിക്കുന്നതാണ് ഹോട്ട് പോട്ട്. Just stick to the very standard Coke or even water. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പം ഹോട്ട് പോട്ട് നമ്മൾ എടുത്തെടുത്ത് നമ്മുടെ മീറ്റൊക്കെ വന്നു. ക്രാബ് ലെഗ്സ്, ഡംപ്ലിങ്സ്, സോ ഇതെല്ലാം ഇടണം. ബാക്കി ബീഫെല്ലാം വരും. ബീഫിൻ്റെ ഒക്കെ ഓരോ കട്ടാണ്. റിബയും മുറിച്ച സോ ബേസിക്കലി അവർ നമുക്ക് 2 ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ബ്രോത്താണ് കൊണ്ടുതരിക. ആ ബ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. അതിലേക്കാണ് നമ്മളെ എല്ലാ മീറ്റും നമുക്ക് ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ. അത് മീറ്റ് എന്ന് മാത്രമല്ല സീ ഫുഡ് ഐറ്റംസും ഒക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ക്രാബ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഈ ഒരു സോസും ആ ബ്രോത്തിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് റൈസ് ഒക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇവരാരും വൈറ്റ് റൈസ് അധികം കൂട്ടാറില്ല, പക്ഷെ ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ വൈറ്റ് റൈസും കൂട്ടിയിട്ടാണ് കഴിക്കാറ്. പിന്നെ എക്സ്ട്രാ സോസ് തരും, അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഇത് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റാണ് ടിൽ ഡേറ്റ്. ഞാൻ അതിനുശേഷം ഒരുപാട് ട്രൈ ചെയ്തു. ആക്ച്വലി ഇത് നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ്. ഇനി ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണോ എന്ന് അറിയില്ല. ബട്ട് ചൈന ടൗണിൽ നിങ്ങൾ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഹോട്ട് പോട്ട് ബഫറ്റ് കണ്ട ഒന്ന് നോക്കണ്ട, കയറുക, ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇഫ് യു ഗൈസ് ട്രൈഡ് ഇറ്റ് ബിഫോർ അതും നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം. നമ്മൾ വാങ്ങിച്ച ക്രാബ്സൊക്കെ ഇതിലിടാൻ പോകണം. ക്രാബ് ലെഗ്സും പിന്നെ ക്രാബ് ഫുള്ളല്ലേ. ഇതെന്താ സാധനം? ലോട്ടസ് ഫ്ലവർ ആൻഡ് ബാംബൂ ഷൂട്ട്സ്. എന്തായാലും വയറ് നിറഞ്ഞു, ഇനി കുറച്ച് വാക്കിംഗ് ആവാം. അങ്ങനെ ഞങ്ങൾ ചൈന ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചു. അതിനുശേഷം ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഇന്നലെ പോയ അതേ മേസീസിലേക്കാണ് കേട്ടോ. കാരണം ഇവൻ ഫോർമൽ ഔട്ട്ഫിറ്റാണ് ഇടുന്നത് കൊണ്ട് തന്നെ ഷൂ നിർബന്ധമാണ്. ഞങ്ങളിപ്പോൾ ഇതാ ഫോർമൽ ഷൂസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ബ്ലാക്ക് കളറാണ് നോക്കുന്നത്. ഇപ്പോൾ ഷൂ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല. ആദ്യം ബ്രൗൺ എടുക്കാനാണ് വിചാരിച്ചത്. ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ്, കാരണം അവൻ്റെ ഡ്രസ്സ് ഉള്ളിൽ ബ്ലാക്ക് ഷർട്ട് ആൻഡ് ബ്ലാക്ക് പാൻറ് വിത്ത് ഒരു ബ്രൗൺ കോട്ടാണ്. സോ മോണോക്രോമാറ്റിക് ലുക്ക് കിട്ടാൻ ഫോർമൽ ഷൂസ് ഒരു ബ്ലാക്കാണ് എടുക്കുന്നത്, അതുപോലത്തെ ഒരല്ല. സോ അവൻ്റെ സൈസ് 8 ആണ്, 8 and something. ബട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് 9.5 ആണ്, കുറച്ച് കൂടുതലാണ് സൈസ്. ആ സൈസ് കിട്ടുന്നവരെ ഞാനിവിടെ വെയിറ്റിങ്ങിലാണ്. അവനവിടെ ആരോ വന്നിട്ടുണ്ട്, അവരെ കൂട്ടാൻ വേണ്ടി പുറത്ത് പോയതാണ്. അപ്പോൾ സൈസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയാൽ അതെടുക്കും.
ഇട്ട് നോക്കി. എൻ്റെ ഒരു ഫോർമൽ ഷൂസും ഇല്ല, അപ്പോൾ വാങ്ങിച്ച്. ഇത് ഈ സ്ട്രീറ്റിന്റെ നേരെ ഈ സൈഡിലാണ് കേട്ടോ മേസീസ് ഉള്ളത്. ഇത് നമ്മൾ വന്നിട്ടുള്ളതിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂമാ തോന്നുന്നു അല്ലേ. ഒരുപാട് നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. ഇതൊക്കെ മേസീസിന്റെ ഒരു സെക്ഷനാണ്. അത്രയും ഹ്യൂജ് ആണിത്. ഷോപ്പിംഗ് കഴിഞ്ഞത് എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തി. ഷോപ്പിംഗ് കഴിഞ്ഞ് ടയർഡായി കോഫി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ഓരോ മേസീസിന്റെ കവറുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഡൺ. നാളെയാണ് അപ്പോൾ നമ്മളുടെ ബിഗ് ഡേ. നാളെ ഈവനിങ് ഫുൾ വാങ്ങിച്ച സാധനങ്ങൾ വാങ്ങിച്ചതാ നടന്നു പോണ്. ഐസ്ക്രീം മേക്ക് പണ്ണ പോലും. ഐസ്ക്രീം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വെതർ. അതിന് തൊട്ടടുത്ത് നായ്ക്കുട്ടിയുടെ കട. എല്ലാ ഐറ്റംസും കിട്ടും. ഈ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒരുപാട് ക്യൂ ആണുള്ളത്. അതെന്താണ് ഇത്രയും പോപ്പുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺ ഷേപ്പ്, ഒരു ഫിഷ് ഷേപ്പാണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഡിസൈൻസ് നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത് യൂണിക്കോൺ ആണ്. അതിൻ്റെ ഔട്ടൊക്കെ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. സോ ആ ഫിഷ് ഷേപ്പ് കോണിൻ്റെ അകത്ത് അവർ ഐസ്ക്രീം നിറച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു ഷേപ്പിലാക്കി നമുക്ക് തരും. ഭയങ്കര രസമാണ്. ചെറിയ കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി റിച്ച് ക്രീമി ടേസ്റ്റാണ് ഈ ഒരു ഐസ്ക്രീമിന്. ഐസ്ക്രീം കിട്ടി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. വെറുത്തുണ്ടോ? അവിടെ ഫുള്ള് ലൈനാണ്. ലൈൻ ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് നേരത്തെ കയറി. പക്ഷേ നല്ല റിച്ച്, നല്ല ഫ്ലേവറാണ്. വാഫിൾ കോൺ തന്നെ ഒരു ഫിഷിൻ്റെ ഞങ്ങൾ വാങ്ങിച്ച യൂണിക്കോൺ ആണ്. നമ്മൾ വാങ്ങിച്ച ഷോപ്പിൽ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. അത്രയും എന്താ പറയുക ഫേമസ് ആണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അത് ഫേമസ് ഫോർ എ റീസൺ. ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്ലേവറാണ്. നമ്മൾ നോർമൽ കഴിക്കുന്ന ഐസ്ക്രീമിനേക്കാളും അടിപൊളിയാണ്. നൈറ്റ് ആവുമ്പോൾ ബോസ്റ്റണിൻ്റെ ഭംഗി അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടുത്തെ സിറ്റി വാക്കൊക്കെ ചെയ്തു, സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ എല്ലാവരും കൂടെ നടന്നു. നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. സോ അവിടെയും കൂടെ പോയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ഇത്രയും ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തത് തന്നെ എൻഗേജ്മെൻറ്റ് പാർട്ടി കൂടാനായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അത് കഴിഞ്ഞു. ഞങ്ങൾ കപ്പിളിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് എൻഗേജ്മെൻറ്റ് പാർട്ടി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ടയർഡായിരുന്നു. അങ്ങനെ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയും 10/10 ആണ് കേട്ടോ. എല്ലാം അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനി നെക്സ്റ്റ് ഡേ ഒരു ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾ ബോസ്റ്റണിൽ. അതോടെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നോർത്ത് എൻഡിൽ പോവുകയാണ്. വിഷു ആൻഡ് സന செம்மையாக இருக்குது. இட்ஸ் ரியலி ஹேப்பனிங். ஒரு நல்ல அது இவ்வளோ பக்கத்தில் இருக்கும்போது ஸோ கூல். அது என்ன டாப் கோல்ஃப் ஸ்விங் ஸ்ட்ரீட். ഭയങ്കര വിൻഡിയാണ് കേട്ടോ. But yeah, we're heading to TD Garden. അപ്പം രാവിലെ ഇവിടെ ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇവിടെ ഇന്ന് പോകും. അജി ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡാൻ ചായ വെച്ച് പോയി. അജി അതൊക്കെ സെറ്റാക്കിയിട്ടാണ് അല്ലേ. എനിക്ക് ഗുഡ് ബോയ് ആണല്ലേ. അപ്പോൾ ലാസ്റ്റ് ഡേ ഇൻ ബോസ്റ്റൺ. കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ. രാമൻ കഴിച്ചു,
കുറേ എക്സ്പീരിയൻസ് ചെയ്തു. നീ മേലെ കെട്ടുപിടി വേണ്ടട്ടാ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബോസ്റ്റണിലെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. ഇവിടുത്തെ ക്യാബില് ഒരു ഗെയിം ഉണ്ട്, കളിച്ചോണ്ടിരിക്കാൻ. ഗെയിമിൽ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.